സാന്റാക്ലോസ് സ്വാമി തന്നെയാ. ഇനി എന്തിനാ ഒരു സംശയം? നിങ്ങളെ കുത്തിയതും അയാളാ. ഇത്ര മുഖംമൂടി കാണുവാ കള്ളന്. ചോദിക്കാം അക്ഷര. എന്തായാലും നമ്മുടെ യാത്ര ഇപ്പോ സ്വാമിയുടെ പിന്നാലെ കൂടിയാണല്ലോ. നമ്മൾ ചോദിച്ചാലും എന്തെങ്കിലും ന്യായം പറഞ്ഞ സ്വാമി പിടിച്ചു നിൽക്കും. അതും എനിക്കറിയാം. ഇപ്പൊ ജയശങ്കർ സാറിന്റെ ശക്തമായ പിന്തുണയും സ്വാമിക്കുണ്ടല്ലോ. സാറിനിപ്പോ സ്വാമിയെ വിശ്വസിച്ച് നിന്നേ പറ്റൂ. കാരണം സ്വാമിയുടെ സഹായമില്ലെങ്കിൽ തങ്കച്ചിയുടെ മുന്നിൽ സാറിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മളെ ഒട്ട് സാറ് വിശ്വാസത്തിലെടുക്കുന്നുമില്ല. അതെന്തെങ്കിലും ആവട്ടെ, ആ കള്ളം വരുമ്പോ ആ മുഖംമൂടി കാണിച്ച് തന്നെ ചോദിക്കണം. ഇതെങ്ങനെ അയാളുടെ മുറിയിൽ വന്നു എന്ന്. ചോദിക്കാം, ചോദിച്ചിരിക്കും. എന്താണ് സ്വാമി പറയുന്ന മറുപടി ഒന്ന് കേൾക്കാവല്ലോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ പിന്നാലെ ഉണ്ടെന്നുള്ളൊരു തോന്നലെങ്കിലും സ്വാമിക്കുണ്ടാവുമല്ലോ. സാറേ. ആ സ്വാമിയാ. എന്താ സ്വാമി മുഖമല്ലാതിരിക്കുന്നത്? ഇനി എന്ത് പറ്റാനാ സാറേ? ആരൊക്കെ എൻ്റെ പിന്നാലുണ്ട്. ഞാനിങ്ങനെ സാറിനോട് ചേർന്ന് നിൽക്കണതിൻ്റെ പേരിൽ ഇപ്പൊ ഞാനും ആരുടെയൊക്കെയോ ടാർഗറ്റാണോന്ന് സംശയമുണ്ട്. എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? ഇന്ന് ഞാൻ സ്ഥലത്തില്ലാത്ത നേരം നോക്കി ആരോ വന്ന് എൻ്റെ റൂം തുറന്ന മിടുക്കന്മാര് തിരിച്ചിറങ്ങിയിട്ട് റൂം പഴയ പോലെ ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് പോയത്. എന്നാലും എനിക്കത് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? എൻ്റെ സാറേ, എൻ്റെ ഗന്ധവും എൻ്റെ മുഷിഞ്ഞ തുണികളുടെ വിയർപ്പ് ഗന്ധവും മാത്രമുള്ള റൂമിൽ വേറൊരാൾ വന്നു പോയാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഈ സ്വാമിക്കുണ്ട്. വരുന്ന ആളുടെ ചൂര് കൊണ്ട് ഞാൻ ആളെ മനസ്സിലാക്കും. എന്നിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ?